ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. നമ്മളിന്ന് ഗ്രാവിറ്റേഷനിലെ 5ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ പ്ലേലിസ്റ്റിലുണ്ട്. ആൻഡ് ലെറ്റ്സ് ഡു ദ ക്വസ്റ്റ്യൻ. ഫ്രം എ സോളിഡ് സ്പിയർ ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r, എ സ്പെരിക്കൽ പോർഷൻ ഓഫ് റേഡിയസ് r/2 ഈസ് റിമൂവ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ നമ്മുടെ കയ്യിൽ m മാസും r റേഡിയസും ഉള്ള വലിയൊരു സ്പിയർ ഉണ്ട്, കണ്ടോ? ഇങ്ങനൊരു സ്പിയർ. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? r/2 റേഡിയസ് ഉള്ള ചെറിയൊരു സ്പിയർ റിമൂവ് ചെയ്തു. ബാക്കി വായിക്കാം. ഇതൊക്കെ ഒരു കോമൺ ഡാറ്റയാണ്. ടേക്കിംഗ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കോമൺ ഡാറ്റ. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വായിക്കാം. ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ക്യാവിറ്റി ദസ് ഫോംഡ് ഈസ്. അപ്പോൾ ഈ ചെറിയ സ്പിയർ നമ്മൾ കളയുമ്പോൾ ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ടാവില്ലേ? ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ടാവും. ആ ക്യാവിറ്റിയുടെ സെൻറ്റർ ഈ പോയിൻ്റാണ്. ആ പോയിൻറ്റിന് ഞാൻ പി എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഈ ഒരു പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇങ്ങനെയാണ് സ്പിയർ വരുന്നത്, കണ്ടോ? ഇതാണ് നമ്മുടെ തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു കംപ്ലീറ്റ് സ്പിയർ ഉണ്ട്. ഓക്കെ, കംപ്ലീറ്റ് സ്പിയർ ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ടാക്കും. ഇവിടെ നിന്ന് ചെറിയൊരു സ്പിയർ എടുത്ത് റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ രീതിയിലുള്ള ഒരു ഷേപ്പാണ് കിട്ടുക. യെസ് ഓർ നോ? ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു ഷേപ്പ് മൂലം ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? ക്യാവിറ്റിയുടെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാവിറ്റി ആണെങ്കിൽ ഈ ഒരു ഷേപ്പ് മൂലം ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ക്യാവിറ്റി ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിന് വലിയ സ്പിയറിന് 1 എന്ന് പേര് കൊടുത്തു, ചെറിയ സ്പിയറിന് 2 എന്ന് പേര് കൊടുത്തു, ഈ പോയിൻറ്റിന് നമുക്ക് പി എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ 1 എന്ന് പറയുന്ന സ്പിയർ ഈ പോയിൻറ്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു 1 കണ്ടുപിടിക്കണം. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു 2 മൈനസ് ചെയ്യും. കണ്ടോ? വലിയ സ്പിയർ പിയിലുണ്ടാക്കിയ പൊട്ടൻഷ്യലിൽ നിന്നും ചെറിയ സ്പിയർ പിയിലുണ്ടാക്കിയ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഷേപ്പ് മൂലം ഈ പോയിൻ്റിലെ പൊട്ടൻഷ്യൽ കിട്ടില്ലേ? യെസ് ഓർ നോ? സോ ഇതാണ് നമ്മുടെ ഐഡിയ. ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ശരി, ക്ലിയർ? സോ നൗ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഞാനിവിടെയും പേര് കൊടുക്കാം. ഇത് നമ്മുടെ 1ാമത്തെ സ്പിയർ, ഇത് നമുക്ക് 2ാമത്തെ സ്പിയർ. ഓക്കെ, ശരി. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ക്യാവിറ്റി, പൊട്ടൻഷ്യൽ ടു ദ സെൻറ്റർ ഓഫ് ക്യാവിറ്റിനെ ഞാൻ വി സി എന്ന് എഴുതി. ഈ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ വി സി എന്ന് എഴുതി, അല്ലെങ്കിൽ സിംപ്ലി നമുക്കതിനെ വി പി എന്ന് എഴുതിയാലോ? ശരി, ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു 1 മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു 2. കണ്ടോ? ഇങ്ങനെ എഴുതി. ക്ലിയർ? നമുക്ക് ഇനിയിൽ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. വി പി 1 കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഇവിടെ വി പി 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് 1ാമത്തെ സ്പിയറിൻ്റെ ഉള്ളിലുള്ളൊരു പോയിൻ്റാണ് പി. യെസ് ഓർ നോ? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിലൊരു സ്പിയർ ഉണ്ട്, 6 റേഡിയസ് ഉള്ളൊരു സ്പിയർ ഉണ്ട്. അതിൽ നിന്ന് ഒരു റാൻഡം r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിൻ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഏതൊരു പോയിൻറ്റിലെയും പൊട്ടൻഷ്യൽ അറ്റ് എനി ഡിസ്റ്റൻസ് r ഫ്രം ദ സെൻറ്ററിൽ നിന്നും സ്മോൾ r ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഫോർമുലയുണ്ട്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണ്. പൊട്ടൻഷ്യൽ അറ്റ് എനി ഡിസ്റ്റൻസ് r ഈസ് ഈക്വൽ ടു gm ഇൻറ്റു 3r² മൈനസ് സ്മോൾ r² ഡിവൈഡഡ് ബൈ 2r³. ഇതിൽ r എന്ന് പറയുന്നത്, സ്മോൾ r എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് ആ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. അപ്പോൾ വി പി 1 കണ്ടുപിടിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇവിടെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. മാസ് നമുക്ക് ക്യാപിറ്റൽ M ആണ്. മാസ് ക്യാപിറ്റൽ M ആണ്. പിന്നെ റേഡിയസ് r ആണ്. റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ R ആണ്. ഇനി നമുക്ക് സ്മോൾ r ഉണ്ടല്ലോ, പോയിൻറ്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? പോയിൻറ്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നും r/2 ഡിസ്റ്റൻസ് അകലെയാണ് പോയിൻറ്റ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി പി 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? സാർ ജി ഇൻറ്റു എം ഇൻറ്റു, ഓക്കെ, ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു മൈനസ് സൈൻ കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ മുന്നിലിട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ജി ഇൻറ്റു എം ഇൻറ്റു 3 ഇൻറ്റു r²/2, അല്ല 3 ഇൻറ്റു r²/2 ഇല്ല കേട്ടോ, മൈനസ് ഈ സ്മോൾ ആറിന് വരെ നമ്മൾ എന്തിട്ട് കൊടുക്കണം? r/2 എന്നിട്ട് കൊടുക്കണം. അപ്പോൾ r/2ൻ്റെ സ്ക്വയർ r²/4 എന്ന് കിട്ടി അല്ലേ? ദിസ് ഓൾ ഡിവൈഡഡ് ബൈ
2r³ അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? -gm. ഇത് ചെയ്യുമ്പോൾ ഇവിടെ 12r² -r², അതായത് എത്രയാണ്? 11r² എന്ന് കിട്ടും അല്ലേ. ദിസ് ഈസ് 11r² ഡിവൈഡഡ് ബൈ 4 × 2 8r³ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിന് ഒന്നും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ദിസ് ഈസ് -gm × 11/8r എന്ന് കിട്ടും. ദിസ് ഓർണോ? ശരി, നമുക്കിതുപോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്കിതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ചെയ്യുന്ന ഫോർമുല. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? Vp2 കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു സെക്കൻഡ് സ്പിയർ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം ഫോർമുല. ഇവിടെ ഞാൻ വീണ്ടും പറയുകയാണ്. ഇവിടെ മാസ് എത്രയാടാ? ഈ ചെറിയ സ്പിയറിൻ്റെ മാസ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. ചെറിയ സ്പിയറിൻ്റെ മാസ് എത്രയാണ്? ചെറിയ സ്പിയറിൻ്റെ മാസ് ഞാൻ കഴിഞ്ഞ ഡെറിവേഷനിൽ തൊട്ട് മുന്നത്തെ 4th ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ സ്പിയറിൻ്റെ മാസ് m ആണെങ്കിൽ ചെറിയ സ്പിയറിൻ്റെ മാസ് വലിയ സ്പിയറിൻ്റെ m/8 ടൈംസ് ആണ് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, വലിയ സ്പിയറിൻ്റെ മാസ് നമ്മൾ ക്യാപിറ്റൽ M ആയിട്ട് എടുത്തു. അപ്പോൾ ചെറിയ സ്പിയറിൻ്റെ മാസ് എന്തായിരിക്കും? ഇത് m1 ആണ്, ക്യാപിറ്റൽ M. ഇവിടെ m2. ചെറിയ സ്പിയറിൻ്റെ മാസ് വലുതിൻ്റെ 1/8 ടൈംസ് ആയിരിക്കും. കഴിഞ്ഞ റിവിഷനിൽ കാണിച്ചിട്ടുണ്ട്. അറിയാത്തവരത് പോയി നോക്കുക, അല്ലെങ്കിൽ അത് അറിഞ്ഞു വയ്ക്കുക. ക്ലിയർ? ഓക്കെ, ഇനി നമുക്കിവിടെ റേഡിയസ് എന്ന് പറയുന്നത്, റേഡിയസ് എന്താ? റേഡിയസ് എന്ന് പറയുന്നത് r/2 ആണ്. യെസ് ഓർ നോ? റേഡിയസ് r/2. ഇനി നമ്മുടെ r എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്ററിലാണ് പോയിൻ്റ് വരുന്നത് അല്ലേ. അപ്പോൾ r = 0. യെസ് ഓർ നോ? പോയിൻ്റ് സെൻറ്ററിലായതുകൊണ്ട് r-ൻ്റെ വാല്യൂ 0. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്ത് കണ്ടുപിടിക്കാം? സോ Vp2 ഈസ് ഈക്വൽ ടു -g × ഒരു m/8 ആണ് വരുന്നത്. പിന്നെ 3 × r². r² എന്ന് പറയുമ്പോൾ r/2 സ്ക്വയർ, r²/4 -0 ദെൻ ഡിവൈഡഡ് ബൈ 2 × r³ അല്ലേ. r-ൻ്റെ വാല്യൂ r/2. അപ്പോൾ അതിനെ ക്യൂബ് ചെയ്യുമ്പോൾ r³/8 എന്ന് വരും. ആ 8-ന് ഞാൻ ഇവിടേക്ക് എഴുതാൻ കേട്ടോ, മുകളിലേക്ക് എഴുതാണ് 8-നെ. സോ Vp2 നമുക്ക് എന്താണെന്ന് കിട്ടും? -gm. പിന്നെ ഇവിടെ 4, ഇവിടെ 8, ഇവിടെ 8 ക്യാൻസലായി. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ നമുക്കൊരു 3r² ഉണ്ട് ഡിവൈഡഡ് ബൈ ഈ 4 × 2 8r³ എന്ന് കിട്ടും അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു -gm. പിന്നെ ഇവിടെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ 3/8r എന്ന് കിട്ടി. കണ്ടോ? സോ നമുക്ക് രണ്ടും കിട്ടി. Vp2 കിട്ടി, അതുപോലെ നമുക്കിവിടെ Vp1 കിട്ടി. ഓക്കെ, പരിപാടികൾ കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ Vp കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി അല്ലേ. സോ നമുക്ക് ലെറ്റ്സ് ഫൈൻഡ് Vp. സോ പൊട്ടൻഷ്യൽ അറ്റ് P ഈസ് ഈക്വൽ ടു Vp1 - Vp2 അല്ലേ. ഈ ഫോർമുല കേട്ടോ മൈനസ് ചെയ്യുക. -gm × 11/8r. ഓക്കെ, ഞാൻ ഈ മൈനസ് സൈൻ ഇവ രണ്ടുപേർക്ക് മൈനസ് ഉണ്ടല്ലോ, അതിനെ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാം. മൈനസ്, ശരിയല്ലേ? മൈനസിന് ഞാൻ പുറത്തെടുത്തു. എന്നിട്ട് ഞാൻ Vp1 - Vp2 ചെയ്യണം. അപ്പോൾ Vp1 എഴുതി, ദെൻ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്ത്? -gm × 3/8r. ഓക്കെ, ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? വെറുതെ രണ്ടും കൂടെ മൈനസ് ചെയ്താൽ പോരെ. എത്ര കിട്ടുക? ദിസ് ഈസ് -gm/8r ദിസ് × 8 അല്ലേ. ഇത് 11gm - 3gm. ഇവിടെ ഇങ്ങനെയല്ല കിട്ടുക. സോ 8 ക്യാൻസൽ, -gm/r. ക്ലിയർ? കഴിഞ്ഞു. ഫൈനൽ ആൻസർ എന്തായിരിക്കും? -gm/r. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ.